നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ സഭ നമുക്ക് നൽകിയ പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. അതുകൊണ്ട് വേഗം ഞാനൊരു 10 മിനിറ്റ് എടുത്ത് ഈ പ്രാർത്ഥന എന്താണ്, ഇതിന്റെ ആദ്യത്തെ ഭാഗം നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ആര് ആരോട് പറഞ്ഞു. ഇത് ആര് ആരോട് പറഞ്ഞു? ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ടോ? കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ആര് ആരോട് പറഞ്ഞു. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. അടുത്തത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ആര് ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? എലിസബ പുണ്യവതി എലിസബത്ത് ആരോട് പറഞ്ഞു? പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും പറഞ്ഞത് പരിശുദ്ധ അമ്മയോടാണ്. 2 പേരാണ് പറഞ്ഞത്. ഒന്ന് ഗബ്രിയേൽ ദൂതൻ, 2 എലിസബത്ത്. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഗബ്രിയേൽ മാലാഖ പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാൻ പണ്ട് കത്തെഴുതുന്ന കാലത്ത്, എനിക്കിപ്പോഴും കത്തുകൾ വരാറുണ്ട്, കുറച്ചൊക്കെ മറുപടി അയക്കാറുണ്ട്. കത്തുകൾ വരുന്ന കാലത്ത് അല്ലെങ്കിൽ കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ഇപ്പോൾ വിദേശത്ത് ഗൾഫിലോ അമേരിക്കയിലോ ജോലി ചെയ്യുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതുന്ന കത്ത്, ആ കത്ത് കൊണ്ടുവരുന്ന ആളാണ് പോസ്റ്റ്മാൻ. അപ്പോ കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ ആണ് ഗബ്രിയേൽ മാലാഖ. ഇവിടെ ആരാണ് ആർക്ക് കത്തയച്ചത്? ഗബ്രിയേൽ മാലാഖ എന്ന പോസ്റ്റ്മാനെ, ഗബ്രിയേൽ ദൂതനെ ആരാണ് അയച്ചത്? പിതാവായ ദൈവമാണ്. അപ്പൊ പിതാവായ ദൈവം ഈ പോസ്റ്റ്മാനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പറയണം, ദൂതന്റേതായ അഭിപ്രായമില്ല. ദൂതൻ ഈസ് മെസ്സഞ്ചർ, ഏഞ്ചൽ, സന്ദേശവാഹകനാണ്, പോസ്റ്റ്മാൻ. അപ്പൊ പോസ്റ്റ്മാന്റേതായ സന്ദേശം ഇല്ല. പോസ്റ്റ്മാൻ സന്ദേശം കൊടുത്തുവിട്ട ആളുടെ സന്ദേശം കൈമാറുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ ആ വാക്കുകളുടെ ഉത്തരവാദിത്വം ആരുടേതാണ്? പിതാവായ ദൈവത്തിൻ്റെതാണ്. അപ്പോൾ സത്യത്തിൽ ഇത് പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ്. പിതാവായ ദൈവം തൻ്റെ മാനവരാശിയിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളോട് പറഞ്ഞ വാക്കുകളാണിത്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ. അപ്പൊ ദൈവം പറഞ്ഞു വിട്ടതാണ്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന് ദൂതൻ പറയുമ്പോൾ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞാലും സത്യത്തിൽ പിതാവ് എന്താണ് ഈ മകളോട് പറഞ്ഞത്? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നിനക്ക് സ്വസ്തി, ഞാൻ നിന്റെ കൂടെ. അപ്പൊ സത്യത്തിൽ ഇതിന്റെ ആദ്യ വചനങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ വാക്കുകൾ പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ്. സംശയമുണ്ടോ? ഇല്ല. ഇനി എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. ഈ എലിസബത്ത് അത് പറയുമ്പോൾ നമ്മൾ അല്പം കഴിയുമ്പോൾ അത് വായിക്കും. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എലിസബത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുബോധമില്ലാതെ പറഞ്ഞു എന്നല്ല, എലിസബത്ത് കള്ളു കുടിച്ചിട്ട് പറഞ്ഞു എന്നല്ല, എലിസബത്ത് ദേഷ്യം വന്നപ്പോ പറഞ്ഞു എന്നല്ല, എലിസബത്ത് അസൂയമൂത്ത് പറഞ്ഞു എന്നല്ല, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ഇങ്ങനെ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഒരിക്കലും ഒരു മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ ഇയാൾ എന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നതെന്ന് എന്റെ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചപ്പോ എന്റെ അടുത്തിരുന്ന ആള് പറഞ്ഞു, വിട്ടേക്കച്ച, കള്ളിന്റെ പുറത്താന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താ പറഞ്ഞത്? കള്ളിന്റെ പുറത്താണ്. ഇപ്പൊ കള്ള് കുടിച്ചിട്ട് ചീത്ത വിളിച്ച പലരും കള്ളിറങ്ങിയപ്പോ എന്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ കള്ളിന്റെ പുറത്ത് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മദ്യപിച്ച് ഒരാള് മറ്റൊരാളെ തെറി വിളിക്കും. അപ്പൊ സത്യത്തിൽ മദ്യലഹരിയിൽ സുബോധം നഷ്ടപ്പെട്ട ആളാണ് തെറി വിളിക്കുന്നത്. അപ്പൊ അയാളുടെ ബോധത്തെ കൺട്രോൾ ചെയ്യുന്നത് അയാളല്ല, മദ്യമാണ്. അങ്ങനല്ലേ? അത് അയാളെ അപ്പോൾ നിയന്ത്രിച്ചത് അയാളല്ല, മദ്യമാണ്. അപ്പോ മദ്യലഹരിയിൽ ഒരാൾ മറ്റൊരാളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ മദ്യമാണ് തെറി വിളിച്ചത്, ആണോ? അതെ. അല്ലെങ്കിൽ അയാളെ തെറി വിളിക്കില്ലായിരുന്നു. മദ്യം ഇറങ്ങിയപ്പോൾ അയാൾക്ക് ഭയങ്കര പശ്ചാത്താപം തോന്നുകയും ചെയ്തു. അപ്പൊ അയാളല്ലല്ലോ തെറി വിളിച്ചത് അയാളുടെ അകത്ത് കിടന്ന മദ്യമാണ്. മദ്യത്തിനും പരിശുദ്ധാത്മാവിനും ഇംഗ്ലീഷിൽ ഒരേ വാക്കാണ്, സ്പിരിറ്റ്. അപ്പൊ സ്പിരിറ്റ് അടിച്ചിട്ടാണ് തെറി വിളിച്ചത്, സ്പിരിറ്റാണ് തെറി വിളിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഒന്ന് ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഒരാള് സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സംസാരിച്ചാൽ സത്യത്തിൽ അയാളല്ല സംസാരിക്കുന്നത്, മറിച്ച് ആരാണ് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ എലിസബത്ത് പറഞ്ഞ വാക്കുകൾ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം, അതിന്റെ ആ വാക്കുകളുടെ പരിപൂർണ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റെതാണ്.
ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിതാവ് പറഞ്ഞ വാക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കും. ഇനി പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞേ? നീ നല്ല വീട്ടിൽ പിറന്നു നല്ല പറഞ്ഞത്, നീ ദേവാലയത്തിൽ വളർന്ന മകളാന്നല്ല പറഞ്ഞത്, നിന്നെ എനിക്ക് ഇഷ്ടമായി അങ്ങനെയൊന്നല്ല പറഞ്ഞത്. മറിയത്തോട് പറയുന്നത്, പരിശുദ്ധാമ്മയോട് പറയുന്നത്, നിന്റെ ഉദരഫലം, അതാരാണ്? ഉദരഫലം ഈശോയാണ്. അപ്പൊ പിതാവ് പരിശുദ്ധാത്മാവ് പുത്രനുമായി ബന്ധപ്പെടുത്തി, പുത്രനെ ബന്ധപ്പെടുത്തി സംസാരിച്ച വാക്കുകളാണിത്. എന്ന് പറഞ്ഞാൽ ഇത് ത്രിത്വത്തിന്റെ വാക്കുകളാണിത്. സത്യ ത്രിയേക ദൈവത്തിന്റെ രക്ഷാകര പുതിയ നിയമത്തിലെ രക്ഷ ആരംഭിക്കുമ്പോൾ ആ രക്ഷയുടെ ആരംഭവാക്കുകളാണ്. രക്ഷ ആരംഭിക്കുന്നത് സത്യത്തിൽ രക്ഷാ നിത്യതയിലെ ആരംഭിച്ചതാണ്. പക്ഷേ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി രക്ഷയുടെ ഒരു പുതിയ അധ്യായം ഇതൾ വിരിക്കപ്പെടുമ്പോൾ, രക്ഷയുടെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ആ അധ്യായത്തിലെ ആരംഭ വാക്കുകളാണിത്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. അപ്പൊ ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. രക്ഷ ആരംഭിക്കാൻ ദൈവം ഉപയോഗിച്ച വാക്കുകളാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകളെ സാത്താൻ അത്രമേൽ ഭയപ്പെടുന്നത്. പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് എഴുതുകയും പറയുകയും ചെയ്ത അനേകം ടെസ്റ്റിമണികളിൽ ഇങ്ങനെയുണ്ട്. കഠിനമായ പൈശാചിക ബാധകൾ ആവേശിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്ന സമയത്ത് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അത് എത്ര മാത്രമാണ് സാത്താൻ ഭയപ്പെടുന്നതെന്ന് സാത്താൻ ആ സമയത്ത് പറയും. ഗബ്രിയേൽ അമോർത്ത് എന്ന് പറയുന്ന റോമിലെ ഔദ്യോഗിക എക്സോർസിസ്റ്റ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ സാത്താൻ ആവേശിച്ച ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ പ്രാർത്ഥന നിർത്തുക. എന്തുകൊണ്ട് നിർത്തണം? അപ്പൊ പറഞ്ഞു, ഒരാണി എൻ്റെ നെറ്റി വെച്ച് ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പ്രാർത്ഥന അതിശക്തമാണ്. ഇത് രക്ഷയുടെ ആരംഭവാക്കുകളാണ്. ഇനി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഈ തമ്പുരാന്റെ അമ്മ എന്നാരാ പറഞ്ഞേ? അത് എലിസബത്ത പറഞ്ഞേ. എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം. ലൂക്ക 1:42, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അപ്പോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. ഇപ്പൊ ഇത്രയും തിരുവചനം. ഇനി അടുത്ത എന്താണ്? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. ലോകത്ത് എന്തോരം പാപികളുണ്ട്? പറ, നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ലോകത്ത് എന്തോരം പാപികൾ? ഒരു 800 കോടി മനുഷ്യരുള്ള ലോകത്ത് എന്തോരം പാപികളുണ്ടാവും? ആ 800 കോടി പാപികളും ഉണ്ട്. അമ്മച്ചി പറഞ്ഞാണ് കറക്റ്റ്, 800 കോടി പാപികളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന വേണമെങ്കിൽ ഇങ്ങനെ ചൊല്ലാം. എന്താണ്? പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ. അങ്ങനെ ചൊല്ലിക്കൂടെ? കാരണം രണ്ടും കറക്റ്റാണ്. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്രയും പാപികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സാരാംശത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ലോകത്തുള്ള എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞാൽ, ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ലോകം മുഴുവനും വേണ്ടി ഒരൊറ്റ സെന്റൻസിൽ മധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ മതി. അപ്പൊ പിതാവായ ദൈവത്തിന് സന്തോഷം. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് വേറെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് ഞാൻ പറയും, ഞാനാണ് അത് പറഞ്ഞതെന്ന് പറയും. ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ആരെങ്കിലും ഉദ്ധരിച്ചാൽ ഞാൻ പറയും, എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ പറഞ്ഞ അതെന്ന് ഞാൻ ഉള്ളിലെങ്കിലും പറയും. പിതാവായ ദൈവം പുതിയ നിയമത്തിലെ രക്ഷാകര സംഭവത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ഉച്ചരിച്ച ഈ വാക്കുകൾ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന ഒരു സാധാരണ വിശ്വാസി, ഒരു പാവ അമ്മച്ചി, പാവ ഒരു അപ്പച്ചൻ, ഒരു ചേട്ടൻ, ഒരു ചേച്ചി അത് ചൊല്ലുന്ന സമയത്ത് സ്വർഗത്തിന്, പിതാവായ ദൈവത്തിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം ഈശോയെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കാൻ തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയോട് പിതാവ് പറഞ്ഞ വാക്കാണത്. സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകളാണത്. എൻ്റെ പ്രിയപ്പെട്ടവര്, വഴിയെ പോയ ആരെങ്കിലും അത് ചൊല്ലരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളത് ചൊല്ലാതിരിക്കുന്നത് വലിയ കഷ്ടമാണ്. കണ്ണ് തുറക്കപ്പെടാത്ത മനുഷ്യർക്ക് അത് മനസ്സിലാവില്ല. ഇത്രയും ശക്തമായൊരു പ്രാർത്ഥന. അതുകൊണ്ട് ഉച്ചത്തിൽ ചൊല്ലിയാലോ? പിതാവിന്റെ വാക്കുകൾ, പുത്രന്റെ വാക്കുകൾ, പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ, ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. വലതുകരം ഉയർത്തി ലോകം മുഴുവനിലേക്കും, ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് ഈ ദേശത്തേക്ക് മുഴുവൻ, ലോകം മുഴുവനിലേക്കും, എല്ലാ ജാതി മതസ്ഥരിലേക്കും കർത്താവിന്റെ കൃപയൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചൊല്ലാം: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഹല്ലേലൂയാ. അപ്പൊ എത്രത്തോളം ഈ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നോ അത്രത്തോളം കർത്താവിന്റെ കൃപയും സ്നേഹവും സാന്നിധ്യവും ആശീർവാദവും നമുക്ക് കിട്ടും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലണം, കൂടെ കൂടെ ചൊല്ലണം, എല്ലാ ദിവസവും ചൊല്ലണം. ജപമാല ചൊല്ലുന്നുണ്ട്, അത് മുടക്കാൻ പാടില്ല.